ചായക്കൊരു പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് വേവിച്ച ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് ഉടച്ച് ചേർക്കുക. സബോള പൊടി പൊടിയായി അരിഞ്ഞത്, ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ട് ഉടച്ച് ചേർക്കുക. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പൊടി പൊടിയായി അരിഞ്ഞത് ചേർക്കുക. 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടി കൂടി ചേർക്കുക. കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഒന്നും കൂടി രുചി കിട്ടാനാണ് ഈ ചാറ്റ് മസാല ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിക്കുക. ഇനി നല്ലോണം അതൊന്ന് കുഴക്കുക. നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കണം. മൈദ, ഗോതമ്പ് പൊടി, ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം കൂടി ചേർക്കുക. ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് നമ്മൾക്ക് പരത്തിയെടുക്കാം. ആദ്യം തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഇനി ഇതിലേക്ക് പരത്തുക. ഒരു കോഴിമുട്ട അരിഞ്ഞിടുക. ഇനി ഇതുപോലെ ഒന്ന് മടക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇത് മുക്കി പൊരിക്കാനായിട്ട് ഒരു മാവ് തയ്യാറാക്കണം. ഗോതമ്പ് പൊടി, മൈദ, 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത്, കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കിയെടുക്കുക. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി അതിലിട്ട് പൊരിച്ചെടുക്കണം.
എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.